അടുത്തത് chapter 4 oral evidence. This chapter lays down two important rules relating to oral evidence. The first rule is that all facts other than the contents of a document may be proved by oral evidence. The second rule says that oral evidence must be in all cases be direct and not hearsay. അതായത് ഓറൽ എവിഡൻസിനെ പറ്റിയാണ് ചാപ്റ്റർ 4 പറയുന്നത്. ഡോക്യുമെൻ്ററി എവിഡൻസ് അല്ലാത്ത ഏതൊരു കേസും നമുക്ക് ഓറൽ എവിഡൻസ് വഴി, ഹിയർസേ അല്ലാത്ത ഓറൽ എവിഡൻസ്, ഡയറക്റ്റ് ഓറൽ എവിഡൻസ് വഴി ഏതൊരു ഫാക്റ്റും പ്രൂവ് ചെയ്യാൻ വേണ്ടി കഴിയും. നമുക്കറിയാം, വില്ല്, മരണപത്രം എഴുതി വെക്കണമെന്നില്ല. ഓറലായിട്ട് കേട്ട ഒരു മരണപത്രത്തെ വിശ്വസനീയമായ സാക്ഷികൾ വഴി മരണപത്രം ഉണ്ട് എന്ന് നമുക്ക് കോടതിയിൽ പ്രൂവ് ചെയ്യാൻ പറ്റും. വില്ലുണ്ടെങ്കിൽ മാത്രമേ വില്ല് പ്രകാരം എനിക്ക് കിട്ടിയെന്ന് ഒരാൾക്ക് പറയാൻ പറ്റുള്ളൂ എന്ന് രേഖയുണ്ടെങ്കിൽ മാത്രമേ ഒരാൾക്ക് പൈസ കൊടുക്കാനുള്ളത് കിട്ടാനുണ്ട് എന്ന് കോടതി അനുമാനിക്കുമെന്നില്ല. സ്ട്രോങ് ആയിട്ടുള്ള ഓറൽ എവിഡൻസും സത്യസന്ധമായിട്ടുള്ള ഒരു കേസുമാണ് എങ്കിൽ ഈവൺ വിത്തൗട്ട് എനി ഡോക്യുമെൻറ്റ്സ് കോടതിയിൽ ഡയറക്റ്റ് ഓറൽ എവിഡൻസ് വഴി ഏതൊരു കേസും നമുക്ക് കൊടുക്കാനും വിജയിക്കാനും പറ്റും. Proof of facts by oral evidence. All facts except the contents of document or electronic records may be proved by oral evidence. സെക്ഷൻ 3ൽ നമ്മൾ എവിഡൻസ് ആക്ടിൻ്റെ എക്സ്പ്ലനേഷൻ വായിച്ചപ്പോൾ എന്താണ് ഓറൽ എവിഡൻസ്, എന്താണ് റെസ് ജെസെ എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. അതുകൊണ്ട് തന്നെ ആ സെക്ഷൻ 3 ഡിഫൈൻ ചെയ്ത പ്രകാരമുള്ള എല്ലാ തരത്തിലുള്ള ഓറൽ എവിഡൻസും കോടതി സ്വീകരിക്കുന്നതാണ്. ഡയറക്റ്റ് ആയിരിക്കണം ഓറൽ എവിഡൻസ്, നോട്ട് ഹിയർസേ എന്നാണ് സെക്ഷൻ 59 പറയുന്നത്. നേരത്തെ നമ്മൾ സെക്ഷൻ 3യിലെ ഓറൽ എവിഡൻസ് ഡിഫൈൻ ചെയ്തപ്പോൾ പറഞ്ഞതാണ്. സെക്ഷൻ 60 വീണ്ടും പറയുന്നു, ഓറൽ എവിഡൻസ് മസ്റ്റ് ബി ഡയറക്റ്റ്. ഓറൽ എവിഡൻസ് മസ്റ്റ് ഇൻ ഓൾ കേസസ്, മസ്റ്റ് ഈസ് ദ വേർഡ് യൂസ്ഡ്, വാട്ട് എവർ be direct, that is to say, if it refers to a fact which could be seen, it must be the evidence of a witness who says he saw it. If it refers to a fact which would be heard, it must be the evidence of a witness who says he heard it. If it refers to a fact which would be perceived by any other sense or by any other manner, it must be the evidence of a witness who says he perceived it by that sense or that manner. If it refers to an opinion or on grounds of which that opinion is held, it must be evidence of the person who holds that opinion on those grounds, provided that the opinions of experts expressed in any treatise commonly offered for sale, the grounds on which such opinions are held, may be proved by the production of such treatises if the author is dead or cannot be found or has been incapable of giving evidence or cannot be called as a witness without an amount of delay or expenses which the court regards as unreasonable, provided also that if oral evidence refers to the existence or condition of any material thing other than a document, the court may, if it thinks fit, require the production of such material thing or its inspection. അതായത് എന്നെ ഇന്ന കല്ലുകൊണ്ടാണ് ഇടിച്ചത് എന്നൊരു സാക്ഷി പറയുമ്പോൾ ആ കല്ല് കോടതിയിൽ കൊണ്ടുവരണം പരിശോധനയ്ക്ക് എന്നുകൂടി പറയുന്നത് ഓറൽ എവിഡൻസിൻ്റെ ഭാഗമായി കണക്കാക്കുന്നു എന്നാണ് സെക്ഷൻ 60 പറയുന്നത്. അപ്പോൾ ഓൾ എവിഡൻസ് കണ്ണുകൊണ്ട് കണ്ടാൽ കണ്ടാൾ പറയണം, ചെവി കൊണ്ട് കേട്ടാൽ കേട്ടയാൾ പറയണം, ഇന്ദ്രിയം കൊണ്ട് തൊട്ടോ മണത്തോ രുചിച്ചോ അറിഞ്ഞ ആളാണെങ്കിൽ ആ രുചിച്ചയാൾ വന്ന് പറയണം. അങ്ങനെ എല്ലാം ഓറൽ എവിഡൻസ് സെക്ഷൻ 60 മസ്റ്റ് ബി direct evidence. Hearsay evidence is not at all admissible only on the other section 32 and section 6 res judicata. ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഫാക്റ്റിൻ ഇഷ്യൂ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. ആ ഫാക്റ്റിൻ ഇഷ്യൂവുമായി ബന്ധപ്പെട്ട എന്തൊക്കെ ഫാക്റ്റിൻ ഇഷ്യൂസിനെ നമ്മൾ കോടതിയിലെ ഫാക്റ്റിൻ ഇഷ്യൂ ആയിട്ട് കണക്കാക്കപ്പെടുമെന്ന് നമ്മൾ മനസ്സിലാക്കി. ആ ഫാക്റ്റിൻ ഇഷ്യൂവിൽ ഏതൊക്കെ തരത്തിലുള്ള എവിഡൻസ് ആണ് റെലവൻ്റ് ആയിട്ട് കണക്കാക്കുകയാണെന്നും എങ്ങനെയൊക്കെയാണ് ആ എവിഡൻസുകളെ കൊണ്ടുവരേണ്ടതെന്നും നമ്മൾ മനസ്സിലാക്കി. പക്ഷേ ചില ഫാക്റ്റ് നീഡ് നോട്ട് ബി പ്രൂവ്ഡ് ആയിട്ടുണ്ട്. അതായത് ചില വസ്തുതകൾ തെളിയിക്കേണ്ട കാര്യമേ ഇല്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? എവിഡൻസ് നമ്മൾ കൊണ്ടുവരാതെ തന്നെ കോടതി സ്വീകരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിലേക്ക് വേണ്ടി എവിഡൻസ് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കേണ്ട കാര്യമേ ഇല്ല. അതാണ് അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അതായത് ഫാക്ട്സ് വിച്ച് നീഡ് നോട്ട് ബി പ്രൂവ്ഡ്. സെക്ഷൻ 56. Facts judicially noticeable need not be proved. No fact of which the court will take judicial notice need not be proved.
ഈ ഓറൽ എവിഡൻസിനെ പറ്റി പറയുമ്പോൾ നമ്മൾ കോടതിയിൽ എപ്പോഴും ഒരു അഭിഭാഷകൻ്റെ കഴിവ് നമ്മൾ കാണുന്നത് ഓറൽ എവിഡൻസിൽ അയാൾ ക്രോസ് ചെയ്യുന്ന രീതിയെ വെച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നുണ പറയുന്നയാൾ പറയുന്ന മറ്റെല്ലാതും നുണയാകും എന്നൊരു പ്രിസംഷനാണ് സാധാരണഗതിയിൽ കോടതികൾ എടുക്കാറുള്ളത്. അപ്പോൾ അയാൾ കല്ല് വെച്ച ഒരു നുണ പറഞ്ഞു എന്നുള്ളത് സ്ഥാപിക്കാൻ നമുക്കായാൽ മറ്റ് എല്ലാ മൊഴികളെയും നമുക്ക് അവിശ്വസനീയമാക്കി കോടതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കഴിയും. അതിനെയാണ് പറയുന്നത് ഫാൾസ് ഇൻ വൺ തിങ് ഈസ് ഫാൾസ് ഇൻ എവരിതിങ്. ഉദാഹരണത്തിന് ഞാനൊരു റിട്ടേൺ ഓഫ് ഓർണമെൻറ്റ്സിൽ കേസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ചോദിച്ച് വന്നിട്ട് നിങ്ങളുടെ ഓർണമെൻറ്റ്സ് എല്ലാം നിങ്ങളുടെ അലമാരിയിലല്ലേ വെച്ചിരുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആദ്യം അയാൾ അതെ എൻ്റെ അലമാരിയിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അയാൾക്ക് മനസ്സിലായത് അയ്യോ എൻ്റെ അലമാരിയിലാണെന്ന് വെച്ചതെന്ന് പറയാൻ പറ്റില്ലല്ലോ എന്ന് കരുതിയിട്ടായിരിക്കും അടുത്ത ചോദ്യം. അപ്പോൾ നിങ്ങളാണ് ഈ അലമാരി കൈകാര്യം ചെയ്തിരുന്നത്, നിങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്, അതിൻ്റെ താക്കോൽ നിങ്ങളുടെ കയ്യിലാണെന്ന് ചോദിച്ചപ്പോൾ ഉടനെ പറഞ്ഞു ഞാൻ എൻ്റെ ആവശ്യത്തിന് അലമാരി എൻ്റെ റൂമിൽ കൊണ്ടുവന്ന് ഞാൻ ഉപയോഗിക്കും. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അലമാരി എടുത്തു കൊണ്ടുപോയി മരുമകളുടെ റൂമിലിടും, എന്നിട്ട് മരുമകൾ ഉപയോഗിക്കും. വീണ്ടും എനിക്ക് ആവശ്യം വരുമ്പോൾ ഞാൻ ഇങ്ങോട്ട് അലമാരി എടുത്തു കൊണ്ടുവരും. അങ്ങനെ പറയുമ്പോൾ കോടതിക്ക് ഒരിക്കലും ഒരു വീട്ടിലും നടക്കാത്തൊരു സംഗതിയാണ്. അത് ജുഡീഷ്യൽ നോട്ടീസിലുള്ളൊരു സംഗതിയാണ് അല്ലേ. ഇത്രയും കനമുള്ള ഒരു അലമാരി ദിവസം 10 പ്രാവശ്യം ഒരാൾ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും കൊണ്ടുവരുന്നു എന്നുള്ളത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കേസല്ല. അതിൽ ഭർത്താവിനെതിരെ വിധി കിട്ടിയിട്ട് എനിക്ക് ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ അമ്മാനപ്പൻ ഇങ്ങനെ ഒരു മൊഴി പറഞ്ഞത് വഴി എനിക്ക് ആ കേസ് തന്നെ ഗുണമായിട്ട് കിട്ടി. അപ്പം ഞാൻ സൂചിപ്പിച്ചു വന്നത് ഒരു ഓറൽ എവിഡൻസ് എങ്ങനെയാണ് നമുക്ക് ഗുണപ്രദമാവുക എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ഫ്രെയിം ചെയ്യുകയും ആ ചോദ്യങ്ങൾക്കനുസരിച്ച് ഒരു നമ്മുടെ കക്ഷിയുടെ കയ്യിൽ സത്യസന്ധമായ കേസാണെങ്കിൽ പ്രൊവൈഡഡ്, പിന്നെ അല്ല നമ്മുടെ കക്ഷിയുടെ കയ്യിൽ ഒരു 70% നല്ല കേസ് ഉണ്ട്, 30% കളവുമാണെങ്കിൽ പോലും നമുക്ക് നമ്മളുടെ കക്ഷിയാണ് ശരി എന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി കഴിയുമെന്നാണ് എനിക്ക് എൻ്റെ എക്സ്പീരിയൻസിൽ ഇത്ര കാലം കൊണ്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എപ്പോഴും നമ്മളൊരു ഓറൽ എവിഡൻസ് കോടതിയിൽ ഒരു കൺസിസ്റ്റൻ്റ് സ്റ്റോറിയാണോ, ഒരാൾ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെയാണോ അയാൾ പ്ലെയിൻറ്റിൽ പറഞ്ഞിരിക്കുന്നത്, ക്രോസ് എക്സാമിനേഷനിൽ ഡിഫെൻഡ് ചെയ്തപ്പോൾ കൺസിസ്റ്റൻ്റ് സ്റ്റോറിയാണോ, അതിനുശേഷം ആർഗ്യുമെൻറ്റിൽ വക്കീലിനൊരു കൺസിസ്റ്റൻ്റ് സ്റ്റോറി ഉണ്ടോ, ക്രോസ് എക്സാമിനേഷനെ എങ്ങനെ അയാൾ ഓവർകം ചെയ്തു, അതർ സർക്കംസ്റ്റൻസ് ഒക്കെ വെച്ചിട്ട് ഈ സ്റ്റോറി കൺസിസ്റ്റൻ്റ് ആണ്, ബിലീവബിൾ ആണ് എന്ന് കോടതിക്ക് തോന്നുന്നുണ്ടോ എന്ന് മാത്രമാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ട കാര്യമുള്ളൂ. പ്രത്യേകിച്ചും ഫാമിലി കോടതി കേസുകളിലൊന്നും തന്നെ ഒരു കോൺക്രീറ്റ് എവിഡൻസ് നമുക്ക് ഹാജരാക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് തന്നെ വെദർ എ കൺസിസ്റ്റൻറ്റ് സ്റ്റോറി, വെദർ ഹീ ഈസ് ഏബിൾ ടു പാസ് ടെസ്റ്റ് ഓഫ് ക്രോസ് എക്സാമിനേഷൻ എന്നാണ് നമ്മളതിനെ പറയുക. പാസ് ടെസ്റ്റ് ഓഫ് ക്രോസ് എക്സാമിനേഷൻ, ക്രോസ് എക്സാമിനേഷൻ്റെ ടെസ്റ്റ് സക്സസ്ഫുള്ളായിട്ട് നമ്മുടെ കക്ഷിക്ക് പാസ് ഓവർ ചെയ്യാൻ പറ്റുന്നുണ്ടോ, അതർ സർക്കംസ്റ്റൻസ് നമ്മൾ കൊണ്ടുവന്ന അതർ ഫാക്ട്സും സർക്കംസ്റ്റൻസും നമ്മുടെ ഈ കൺസിസ്റ്റൻറ്റ് സ്റ്റോറിയുമായി ചേർന്ന് നിൽക്കുന്നുണ്ടോ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയാൽ നമുക്ക് കക്ഷിയുടെ കേസ് വിജയിപ്പിക്കാൻ വേണ്ടി പറ്റും.